ഹായ് ഓൾ. ഹായ്. ടാർജറ്റ് 2026 നീറ്റ് 2026 നമുക്കറിയാം. നമ്മുടെ കുട്ടികളെല്ലാം ഏറ്റവും അധികം ആഗ്രഹിച്ച് ഏറ്റവും അധികം കഠിനാധ്വാനം ചെയ്ത് ആ മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയിലോട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഒരു പടി കുട്ടികൾ കടന്നിരിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ ആദ്യ എപ്പിസോഡാണ് ഇന്ന് ഈ വർഷത്തത് ഞങ്ങളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു പക്ഷേ 2026 വരെ എക്സാമിൻ്റെ ആ സമയം വരെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. എൻ്റെ ബ്രില്യൻറ്റ് ടീം നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും എന്നറിയാം. അതിലുപരി രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും എല്ലാവരുമായിട്ടുള്ളൊരു കോർഡിനേഷൻ, ഒരു മീഡിയ ആയിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. എന്തായിരിക്കാം നമ്മൾ ടാർജറ്റ് 2026 രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ ടാർഗറ്റ് 2026 വന്നത് എന്നുകൂടി ഒന്ന് പറയാം. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം അത് ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് തന്നെ പോകുന്നു. അത് വിദ്യാർത്ഥികൾക്കും അതിലുപരി രക്ഷിതാക്കൾക്കും ഒക്കെ ഒരുപാട് കാര്യങ്ങളിൽ അവരുടെ പഠനം ഒരു ക്ലാസ് മുറിയിലിരുന്ന് അവർ പഠിക്കുന്നത് എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത്, എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത്, എന്താണ് ഒരു പരീക്ഷാ സമയത്ത് ധരിക്കേണ്ടത്, അങ്ങനെ തുടങ്ങി ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഏറ്റവും ആദ്യത്തെ ചുവട് മുതൽ ഏറ്റവും അവസാനത്തെ അവരുടെ ആ ഒരു അഡ്മിഷൻ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള അവരുടെ ചുവടുകളിൽ കൂടെ നിൽക്കുക. അത് ബ്രില്യൻ കുടുംബാംഗങ്ങൾ കൂടെ നിൽക്കുമ്പോൾ അത് ഞങ്ങളിലൂടെ ഞങ്ങളത് നിങ്ങളിലേക്ക് എന്തൊക്കെയാണ് ഓരോ സമയവും നിങ്ങൾ ചെയ്യേണ്ടത്, കൃത്യമായിട്ട് എന്താണ് ആ ഒരു സ്ട്രാറ്റജി, ഓരോ സമയത്തും നമ്മുടെ ഗെയിം പ്ലാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കഴിഞ്ഞ 2 വർഷങ്ങളായി ഞങ്ങളുടെ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ ഞങ്ങളും നടന്ന ഒരു ദൃശ്യമാധ്യമത്തിലൂടെ ഒരു പക്ഷേ ഞങ്ങളുടെ കുട്ടികൾക്ക് മാത്രമല്ല നീറ്റ് സ്വപ്നം കാണുന്ന പല വിദ്യാർത്ഥികൾക്കും അത് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ ഒരു തുടർ നടപടിയായിട്ടാണ് നീറ്റ് നമ്മൾ ടാർഗറ്റ് 2026 എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാനും ശിവൻ സാറും കൂടി ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡാണ്. ഇന്നു മുതൽ ഞങ്ങൾ നിങ്ങളുടെ ഓരോ ചുവടിലും കൂടെ ഉണ്ടാകും. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, നിങ്ങളുടെ ആകുലതകൾ, നിങ്ങൾ ഒരു പക്ഷേ മറ്റാരോടെങ്കിലും ചോദിക്കണം, ഒരു മറുപടി കിട്ടണം, പക്ഷെ അതിന് കഴിയുന്നില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, അതിനെല്ലാം ഉത്തരവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരാൻ പോകുന്നത്. തീർച്ചയായിട്ടും. കാരണം ഈ ലോകത്ത് എവിടെ നിന്നുമുള്ള മലയാളികൾ വിദ്യാർത്ഥികൾ അവരുടെ രക്ഷകർത്താക്കളൊക്കെ ഓൺലൈനിലായിട്ടോ അല്ലെങ്കിൽ +1 +2 കൂടെ പഠനം നടത്തുന്ന കുട്ടികളുണ്ട്. റെസിഡൻഷ്യൽ ബാച്ചിലായിട്ട് നാട്ടിൽ വന്ന് നിൽക്കുന്ന കുട്ടികളുണ്ട്. +2 ശേഷം 1 വർഷം ഞങ്ങളോടൊപ്പം നടന്നു നീങ്ങുന്ന കുട്ടികളുണ്ട്. ഇവരോടൊക്കെയാണ് നമുക്ക് സംസാരിക്കാനായിട്ടുള്ളത്. അപ്പം വിദ്യാർത്ഥികൾക്ക് അവരുടെ മീഡിയ വഴി, അവരുടെ ലേണിംഗ് ആപ്പ് വഴി ഈ വീഡിയോകൾ കിട്ടിക്കോളും. രക്ഷകർത്താക്കൾക്ക് വീട്ടിലിരുന്ന് ഞങ്ങളെ ശ്രവിക്കുകയും ചെയ്യാം. നമ്മൾ രണ്ടുപേർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതായത് രക്ഷകർത്താക്കളായ നിങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഒരു ഓർമ്മപ്പെടുത്തൽ, കാരണം എന്താണ് 23-ൽ സംഭവിച്ചത്, എന്താണ് 24-ൽ 25-ലോട്ട് നീറ്റിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഒരു എക്സാം വന്നപ്പോൾ എങ്ങനെയാണ് നമ്മൾ കുട്ടികൾ പെർഫോം ചെയ്തത്, അങ്ങനെ ഓരോ കാര്യങ്ങളും. എപ്പോഴാണ് മാർക്കിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, പരീക്ഷകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് എപ്പോഴാണ്, ക്ലാസ്സുകൾ ഇൻവോൾവ് ചെയ്യുന്നത് എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കണം, അങ്ങനെ അക്കാഡമിക്കലായിട്ടും ഒരു മെൻ്റലി അല്ലേ ഒരു കുട്ടിയെ സപ്പോർട്ട് കൊടുക്കുക. അത് ഏത് രീതിയിലുള്ള സപ്പോർട്ട് എന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും നമ്മുടെ മക്കൾ അതിൽ പങ്കാളികളാകുമ്പോൾ ഇത്രയും ലക്ഷം സ്റ്റുഡൻസ് എഴുതുന്ന ഒരു പരീക്ഷ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യനുകൾ ഒരുപാടാണ്. ആ ക്വസ്റ്റ്യനുകൾക്ക് ഞങ്ങളുടെ ഇത്രയും വർഷത്തെ ഈ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ 40 വർഷത്തെ എക്സ്പീരിയൻസ്, അത് റിസൾട്ടുകളിലൂടെ തെളിയിച്ച ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ അത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുക, അവരെ ആ വഴിയിലേക്ക് നടത്തുക. അതിന് ഉദാഹരണം തന്നെയാണ് എല്ലാ വർഷങ്ങളിലും നമ്മൾക്ക് കിട്ടുന്ന ഈ ഒരു റിസൾട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് ഞങ്ങളുടെ വക ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ കാണുന്നത്. ഒരു പക്ഷേ നമുക്ക് നല്ലൊരു റെസ്പോൺസ് ആണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ തന്നെ, നിങ്ങൾക്ക് ഈ തുടക്കത്തിൽ തന്നെ അത് പറയാം, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾ ഒരു കമന്റ് ആയിട്ട് പോലും നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ ഇട്ടാൽ അതിന് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ തന്നെ മറുപടിയും പറയുന്നതായി. ഇതിൽ നമ്മളെ കാണുന്നത് ഞങ്ങൾ രണ്ടുപേരെ ആണെങ്കിൽ പോലും ഒരു കുടുംബം പിന്നിൽ എൻ്റെ ബ്രില്യൻ ടീമിന്റെ നിങ്ങളോടുള്ള സപ്പോർട്ട്, നിങ്ങളുടെ വിദ്യാർത്ഥികളോടുള്ളൊരു സപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതും. കാരണം ഓരോ ചുവടുവെപ്പിലും ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ടാർജറ്റ് 2026 ഞങ്ങൾ മുമ്പിലോട്ട് വെക്കുന്നത്. നമുക്കറിയാം ഞങ്ങളുടെ ബ്രില്യൻറ്റിലോട്ട് വന്നിട്ട് ഇപ്പം റിപ്പീറ്റേഴ്സ് ബാച്ച് ആണെങ്കിൽ +2 ശേഷം ഈ ഒരു മേഖലയിലോട്ട് കടന്നു വന്നവരാണെങ്കിൽ 1-2 മാസമായിട്ടുള്ളൂ ഞങ്ങളുടെ ഹോസ്റ്റലിലോട്ടൊക്കെ വന്ന് നിൽക്കുന്നത്. റെസിഡൻഷ്യൽ ബാച്ച് ആണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞു സെക്കൻഡ് ഇയറിലോട്ട് കയറിയിരിക്കുന്നു. ഓൺലൈൻ ബാച്ച് ആണെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രമിക്കുന്നു. അപ്പം ഏതൊരു വിദ്യാർത്ഥികളും എങ്ങനെയാണ് ഈ അക്കാഡമിക് സെഷൻ കൊണ്ടുപോകേണ്ടതെന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം
ആദ്യം എപ്പോഴും ചർച്ച ചെയ്യാറുള്ളത്. കാരണം ഡിസംബർ വരെ എപ്പോഴും ടീച്ചർ പറയാറുള്ള കാര്യങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് മാർക്കിനും റാങ്കിനും പരീക്ഷകൾക്കൊക്കെ അപ്പുറത്ത് ഒരു കൺസെപ്റ്റ് എത്രത്തോളം നമുക്ക് പഠിക്കാൻ സാധിക്കും. അതിന് ഞങ്ങളുടെ മുമ്പിലുള്ളത് 2023 നടന്നൊരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു. 2024 വന്നപ്പോഴേക്കും വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാം വന്നു. ഇത് 2025 3 സബ്ജക്റ്റും വളരെ ഒരു മോഡറേറ്റിനേക്കാളും മുകളിൽ വരികയും സമയം കറക്റ്റ് 180 മിനിറ്റ് ആവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി മുമ്പോട്ടുള്ള നീറ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കും. കാരണം നമുക്ക് ഒരു പീരീഡ്സിനെ തന്നെ ശരിക്കും നമുക്കൊരു പ്രീ കോവിഡ് അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേർതിരിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഒരു ഘട്ടം പോലെയാണ് നമ്മുടെ നീറ്റും നടന്നു പോയത്. കാരണം പോസ്റ്റ് കോവിഡിന് ശേഷം നമ്മൾ കണ്ടതാണ് കുറേ ടോപ്പിക്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് മാറുന്നു, കുട്ടികളൊക്കെ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നു, എല്ലാവരും ഡിജിറ്റൽ ഡിവൈസിലേക്ക് ഒതുങ്ങിക്കൂടുന്നു. അതൊക്കെ കൊണ്ടായിരിക്കണം കുറച്ച് നാളൊരു ഒരു ട്രെൻഡ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളിലൂടെ കടന്നു പോകാനുള്ള ഒരു ട്രെൻഡ് നമ്മുടെ നീറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു, സമയം കൂടുതലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ചോയ്സും ഉണ്ടായിരുന്നു ക്വസ്റ്റ്യനുകളിൽ. അപ്പോൾ അതെല്ലാം മാറിയിട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആണ് കഴിഞ്ഞ വർഷത്തെ നീറ്റ് വന്നത്. പക്ഷെ അപ്പോഴും ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത്. കാരണം ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പരീക്ഷ എഴുതി പാസ്സായി പല മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന വിദ്യാർത്ഥികളിലും ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ കുട്ടികളാണ് 95% മലയാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നും ഞങ്ങളത് തുടങ്ങുന്നത്. സോ അതിന് ഒരുപക്ഷെ അവരെ പ്രാപ്തരാക്കിയത് ചിട്ടയായ പഠനം. അത് എങ്ങനെ എവിടുന്ന് തുടങ്ങി എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തത് മുതൽ ആ പ്രിപ്പയർ ചെയ്ത സ്റ്റഡി മെറ്റീരിയലിനെ ബേസ് ചെയ്ത ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ ആ കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ആ കുട്ടികൾ പഠിച്ചോ എന്ന് ക്ലിയർ ആണോ, അത് എങ്ങനെയാണ്, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുന്ന മെൻറ്റേഴ്സ്, അത് കൃത്യമായിട്ട് വിലയിരുത്തുന്ന കോർഡിനേറ്റേഴ്സ്, ഇതിനെല്ലാം ഉപരി എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ട് അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുന്ന ഡയറക്ടേഴ്സ്, അങ്ങനെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ സിസ്റ്റം ഞങ്ങളുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് മുതൽ ഡയറക്ടേഴ്സ് വരെ എല്ലാവരും ഒരു വർഷക്കാലം ഒരേ മനസ്സോടെ, ഇവിടെ എല്ലാവർക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഞങ്ങളുടെ മക്കള്, അത് എല്ലാവരും ഞങ്ങളുടെ മക്കളാണ്. ഇവിടുന്ന് പരീക്ഷ എഴുതുന്ന ഇതിൽ ഏത് മോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു മകൾ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു മകൻ, ഏറ്റവും നന്നായിട്ടെന്ന് പറയുമ്പോൾ ബുദ്ധിശക്തിയുടെ നല്ലതും ചീത്തയും അല്ല ഞാൻ പറഞ്ഞത്. കാരണം എല്ലാ കുഞ്ഞുങ്ങളും ബുദ്ധിശക്തിയും അവരവരുടേതായ കഴിവുകളും ഉള്ളവരാണ്. അതിൽ ഏറ്റവും നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരുപാട് പേര് മുന്നിട്ടെത്തും. അങ്ങനെയുള്ള കുട്ടികൾക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഈ ഓടിപ്പോകുന്ന സമയത്ത് കുഞ്ഞു കുട്ടികളാണ്, ചെറിയ പതർച്ചകളൊക്കെ ഉണ്ടാകാം, ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ +2 വരെ പഠിച്ചു നിന്ന ഒരവസ്ഥയിൽ നിന്നും, പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ റെസിഡൻഷ്യൽ ബാച്ചിലെ കുട്ടികളും അതുപോലെ തന്നെ ആദ്യമായിട്ട് റിപ്പീറ്റേഴ്സ്, അതായത് ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന റിപ്പീറ്റേഴ്സിന് വന്നിരിക്കുന്ന കുട്ടികൾക്കും ഒക്കെ ഇത് 12 വർഷം പഠിച്ച രീതിയിൽ നിന്നുള്ള ഒരു ചെറിയ മാറ്റം ആകുമ്പോൾ അവർക്ക് സാധാരണ ഇപ്പോൾ റിപ്പീറ്റേഴ്സിനേക്കാളും കുറച്ചുകൂടെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. ഡൗട്ട്സ് അല്ല, അവർക്ക് ശരിക്കും അത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അവർക്കെല്ലാം അറിയാം. പക്ഷെ എങ്കിൽ പോലും സംശയങ്ങളുടെ ഒരു നീണ്ട നിരയുണ്ടാവും. കാരണം 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഓരോ കുട്ടികളും അതാത് സ്കൂളിലെ ടോപ്പേഴ്സ് ആയിരുന്നു, അവരുടെ നാട്ടിലെ ടോപ്പേഴ്സ് ആയിരുന്നു, അവരുടെ സ്ട്രീമിലെ ടോപ്പേഴ്സ് ആയിരുന്നു. എല്ലാവർക്കും ഏറ്റവും നല്ലൊരു മാർക്ക് സ്ട്രീമും എല്ലാ A+ അല്ലെ എല്ലാ A1 അല്ലെങ്കിൽ ഒരു ഹയർ ഗ്രേഡിൽ തന്നെ ആയിരുന്നു എല്ലാ കുട്ടികൾക്കും. പക്ഷേ ഇവിടെ നമുക്കൊരു ഏറ്റവും ഒരു ഗ്രൂപ്പാണ് അല്ലേ, മലയാളികളിലെ ഏറ്റവും ടോപ്പേഴ്സായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിലോട്ട് നിങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ അവിടെ നമ്മൾ ഈ ആദ്യത്തെ ഒരു 1-2 മാസത്തിൽ നമ്മൾ നോക്കും ഇത് ഒരു പകപ്പാടോടെ അല്ലേ, കാരണം ഇതെനിക്ക് പറ്റുന്നതാണോ, ഞാൻ പോകുന്ന റൂട്ട് ശരിയാണോ എന്നൊക്കെയുള്ളൂ തോന്നും. അവിടെ നിന്ന് തന്നെയാണ് ടീച്ചറോട് നമുക്ക് ആദ്യം ചോദിച്ചു തുടങ്ങാനുള്ളത്. കാരണം ഇപ്പം ജൂൺ മാസത്തിൽ വന്നവരുണ്ട്, ജൂലൈയിൽ വന്നവരുണ്ട്, ഏതാണ്ട് ഇത്ര ദിവസത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞു, ഇപ്പോൾ ഓണത്തിന് എല്ലാവരും കൂടെ ഉണ്ട്. അപ്പം അവർ ഒന്ന് ചിന്തിക്കുന്ന സമയമായിരിക്കും അവരെടുത്ത തീരുമാനം കറക്റ്റ് ആയിരുന്നോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അങ്ങനെ വിലയിരുത്തേണ്ട ഒരു സമയമൊന്നും ആയിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും അല്ല സാർ. പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നണു കുട്ടികൾ നമ്മളടുത്ത് തന്നെ വന്ന് സംസാരിക്കുമ്പോൾ അയ്യോ മിസ് ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ഇത് അയ്യോ എനിക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നു, എനിക്ക് ഫിസിക്സിന് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് 99 ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് 10 ക്വസ്റ്റിനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ 20 ക്വസ്റ്റിനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുഞ്ഞുങ്ങൾ ഇപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിലെനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം എത്രത്തോളം സീരിയസ് ആയിട്ടാണ് അവർക്ക് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ജൂലൈ മാസത്തിലൊക്കെ വന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു മാസമൊക്കെ ഇരുന്നിട്ടുള്ളൂ. എങ്കിൽ പോലും ആ ഒരു എക്സാമിൻ്റെ ഒരു സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അതിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം എത്രത്തോളം സിൻസിയർ ആയിട്ടാണ് അവർ പഠിക്കാൻ തയ്യാറായി. അപ്പോൾ ആ ഒരു, ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്, ആ ഒരു തയ്യാറെടുപ്പ്, നിങ്ങളുടെ മനസ്സിൽ എനിക്കത് വേണം എന്നുള്ളൊരു ആഗ്രഹം, അതിന് തയ്യാറെടുക്കാനുള്ളൊരു മനസ്സ്, ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. അവിടെ ചിലപ്പം ഈ പറയുന്ന പോലെ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ ഇതുവരെ 100-99 ഫിസിക്സിന് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വലിയ ചാപ്റ്ററിൻ്റെ
എവിടെയൊക്കെയോ എന്തൊക്കെയോ പഠിച്ചു, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി, പിന്നെ അത്യാവശ്യം നമുക്ക് നല്ല ഗ്രാമറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ഡിസ്ക്രിപ്റ്റീവൊക്കെ എഴുതി പോയതാണ്. പക്ഷേ ഇവിടെ ഒരു വരി അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു ഡെസിമൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എത്രത്തോളം സൂക്ഷ്മതയോടെ, ശരിക്കും പറഞ്ഞാൽ പഠിച്ച പാറ്റേണിൽ നിന്നും എൻറ്റയർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് നിങ്ങൾ വന്നത്. ഇനി ഈ വന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ചോദിക്കും, ചില കുട്ടികൾ ആ വന്നത് പെട്ടെന്ന് കിട്ടിയല്ലോ. അവിടെയും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അത് നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു ബേസിൻ്റെ ഒരു കുറവ് എവിടെയോ ഉണ്ടാകാം. ചിലപ്പോൾ ആ സബ്ജക്റ്റിൻ്റെ ആവാം, ചിലപ്പം സ്കൂളുകളുടെ ഡിഫറൻസ് ആവാം, ചിലപ്പം പഠിപ്പിച്ച മോഡിൻ്റെ ആകാം. അതിൻ്റെയൊക്കെ ഒരു ചെറിയ വ്യത്യാസം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ അറച്ചു നിൽക്കുന്ന, അതായത് തുടക്കം എപ്പോഴും നന്നാവണം എന്നാണ്. പക്ഷെ നമ്മൾ ആദ്യത്തെ ഒരു 2 ചുവടൊന്ന് പുറകെ പോയാൽ പോലും നമ്മൾ കുറച്ചൊന്ന് ബാക്കിലായതുപോലെ നമുക്ക് തോന്നും. പക്ഷെ അതൊരിക്കലും ബാക്കിലൊക്കെ അല്ല, നമുക്ക് തോന്നിയതാണ്. അവർ കുറച്ചൊന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്, ഞാൻ കുറച്ച് ബാക്കിലാണ്. അവിടെ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്, അയ്യോ ഇതിപ്പം ഞാൻ നിർത്തിയിട്ട് ട്രാക്കിൽ നിന്ന് ഇറങ്ങി മാറണമോ, അതോ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വേഗത്തിൽ ഓടിയാൽ അവരെ എനിക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് ശരിക്കും ഇവിടെ വെച്ച് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചോ, നിങ്ങൾ വിചാരിക്കേണ്ടത് ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഞാൻ പഠിക്കുകയാണ്, ഒറ്റ പ്രാവശ്യം പഠിച്ച ഉടനെ തന്നെ ഫുൾ മാർക്ക് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ സ്ട്രീമൊക്കെ മാറി. ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഡിസ്ക്രിപ്റ്റീവ് നിന്ന് ഒബ്ജക്റ്റീവിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇച്ചിരി ഒരു ഡിഫിക്കൽട്ട് ഉള്ള കാര്യമാണ്. അവിടേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് പുറകോട്ട് പോയേക്കാം, ചിലപ്പോൾ നമ്മുടെ ബേസിൻ്റെ ഒരു അഭാവം കൊണ്ട് നമ്മൾ പുറകിലോട്ട് പോയേക്കാം, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം അറച്ചു നിന്ന ആ ഒരു ലാഗ് അത് എടുത്തപ്പോൾ തന്നെ കുറച്ചൊന്ന് പുറകിലേക്ക് പോയേക്കാം. പക്ഷെ അതൊന്നും തന്നെ നിങ്ങളുടെ ഫൈനൽ വിജയത്തെ ബാധിക്കുന്നേയില്ല. നിങ്ങൾ എടുത്ത തീരുമാനം ഏറ്റവും നല്ല തീരുമാനമാണെന്നും അവിടെ ഇത് എൻ്റെ പഠിക്കുന്ന സമയമാണ്, ഇത് പഠിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഓരോ ലെവൽ കഴിയുമ്പോഴും നമ്മൾ ലേണിംഗ് ഫേസിലൂടെ കടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും. ഇപ്പം നമുക്കറിയാം +1 +2 ഏതാണ്ട് 81 ചാപ്റ്ററുകളിലൂടെ നമ്മൾ പോകുമ്പം പല ആവർത്തി ഇതേ ചാപ്റ്ററുകൾ നിങ്ങളുടെ മുമ്പിലൂടെ വരുന്നുണ്ട്. അതാണ് മുമ്പേ ടീച്ചർ പറഞ്ഞ ഒരു സിസ്റ്റത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ആ സിസ്റ്റത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അത് ഓരോ ചാപ്റ്ററുകൾ, അത് ഏത് സബ്ജക്റ്റിൻ്റെ ആണെങ്കിലും പ്രോബ്ലംസിൻ്റെ ആണെങ്കിലും തിയറിയുടെ ആണെങ്കിലും പല ആവർത്തി നിങ്ങളിത് ഓർത്തെടുത്ത് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് വർഷങ്ങളായിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മുമ്പ് 3 പ്രാവശ്യത്തിൽ 3 ലെവലുള്ള എക്സാം നമ്മൾ പറഞ്ഞു, അതില്ലാത്ത ഏതാണ്ട് വിജയശതമാനം ഒരുപോലെ നിൽക്കുന്നത് കാണിച്ചു. എപ്പോഴും ഒരു ഏറ്റക്കുറച്ചിലും ഇല്ലാതെ നമ്മുടെ മലയാളികളുടെ വിജയശതമാനം നമ്മൾ കാണിച്ചു. അപ്പം അതിൽ ആ കുട്ടികൾ വിജയിച്ചതിൻ്റെ കാരണം ഈ ഒരു സിസ്റ്റത്തിൽ അവർ അത് ഉൾക്കൊണ്ടു പോയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതുവരെയുള്ള ചാപ്റ്ററുകളാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള ചാപ്റ്ററുകളാണെങ്കിലും ഇപ്പോഴൊരല്പം കുറവാണെന്നോ അല്ല കൂടുതലാണെന്നോ നിങ്ങൾ ഇത് ഇത് പല ആവർത്തി പല പരീക്ഷകളിലൂടെ, വീക്ക്ലി എക്സാമുകൾ, യൂണിറ്റ് എക്സാമുകൾ, ഓരോ മാസം കഴിയുമുള്ള മോഡൽ എക്സാംസ്, അതുപോലെ തന്നെ പല ആവർത്തി പല മെത്തേഡുകളിലൂടെയാണ് ഇത് നിങ്ങളിലോട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം ഡിസംബർ വരെ കാര്യങ്ങളെ സമാധാനത്തോടെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ, ഈ സിസ്റ്റത്തിലൂടെ എങ്ങനെ കടന്നു പോകേണ്ടതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ, അതിനാണ് നിങ്ങളിപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് ക്ലാസ് മെൻറ്ററുണ്ട്, ഹോസ്റ്റൽ വാർഡന്മാരുണ്ട്, കോർഡിനേറ്റേഴ്സ് ഉണ്ട്, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോർഡിനേറ്റേഴ്സ് ഉണ്ട്, ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്. അപ്പം ഇവരെയൊക്കെ നമ്മൾ ഉപയോഗിക്കുകയും കൂടെ ചെയ്യണം, അല്ലേ? നമ്മൾ പുറകോട്ട് മാറി നിൽക്കാൻ ഏറ്റവും വലിയൊരു കാര്യം, നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ ഒരു ക്ലാസ് ടീച്ചറിൻ്റെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് ഒരു കുഞ്ഞിന് ഒരു സംശയമുണ്ട്, കൊടുത്തോട്ടെ. ഞാൻ ആ കൊടുത്തോന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു ആ കുട്ടിക്ക് ഒരു സംശയം ഉണ്ടെന്ന് ആ ടീച്ചർ അറിഞ്ഞ നിമിഷത്തിൽ തന്നെ കൺസേൺഡ് ആയിട്ടുള്ള ഏത് ഫാക്കൽറ്റിയെ വിളിക്കണമെന്ന് തിരിച്ചറിഞ്ഞ് ആ ഫാക്കൽറ്റിയെ വിളിപ്പിച്ച് ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും സൗകര്യം ആണ്. അല്ലെങ്കിൽ കുഞ്ഞെ നാളെ നീ പോയി ആ ഫാക്കൽറ്റിയെ കണ്ട് ചോദിക്കുന്നോ, അല്ലെങ്കിൽ ഈ ലേണിംഗ് ആപ്പിൽ അതിനുള്ള സൗകര്യമുണ്ട്, നീ ഒന്ന് ടൈപ്പ് ചെയ്ത് ചോദിക്കുക എന്നും അല്ല ടീച്ചർ പറഞ്ഞത്. ഓൺ സ്പോട്ടിൽ ആ സമയത്ത് തന്നെ ഫോൺ എടുത്ത് ആ ടീച്ചറെ എന്നെ കണക്ട് ചെയ്തിട്ട് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും അഭിമാനം എന്ന് പറയുന്നത്, ഇതെല്ലാം ഉദാഹരണ സഹിതം നിങ്ങളോട് പറയുന്നത്, ഇവിടെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് ഒരുപക്ഷെ ഇവിടെ ഉള്ളവർ, ഇവിടെ പഠിച്ചു പോയവർക്കൊക്കെ തന്നെ അതറിയാം. പക്ഷെ എങ്കിൽ പോലും പുതുതായിട്ട് വന്ന ആർക്കെങ്കിലും ഒരാൾക്ക് എന്താണ് ഈ സിസ്റ്റം, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അതിനുള്ള ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒരു വാർഡൻ കം ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ ആ സ്പോട്ടിൽ ആ കുട്ടിയുടെ ഡൗട്ട്, അപ്പോൾ ആ കുട്ടിയുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം കൂടുകയാണ്, അത് നമുക്കിവിടെ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് സാർ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, കാരണം ഇപ്പോൾ ആ ഡൗട്ട് തോന്നിയ സമയത്ത് ആ കുഞ്ഞിന് എഴുതി വെക്കായിരുന്നു, പിറ്റേ ദിവസം ചോദിക്കായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്ത് വിചാരിക്കും എന്ന് ഓർത്ത് മിണ്ടാതിരിക്കായിരുന്നു. ഇനി കൂടെ പഠിക്കുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് ഏതെങ്കിലും ആൻസർ മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒരു ആൻസർ കണ്ടുപിടിക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വന്ന് ആ വാർഡനോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ആ വാർഡനോട് പറഞ്ഞ് എനിക്ക് ടീച്ചറിനെ വിളിച്ച് സംസാരിക്കണം എന്ന് പറയുകയും ചെയ്ത ആ ഒരു മെൻറ്റാലിറ്റി, അത് ആ സിസ്റ്റം കൃത്യമായിട്ട് യൂട്ടിലൈസേഷൻ ആണ്. അപ്പോൾ നിങ്ങളും അതുപോലെ യൂട്ടിലൈസ് ചെയ്താൽ
ഡെഫിനറ്റ് ആയിട്ട് ഓരോ സിസ്റ്റവും, ഇതൊരു ചെറിയ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ്, വാർഡന്മാർ, കോർഡിനേറ്റേഴ്സ്, ഇവരെല്ലാം തന്നെ മുൻനിർത്തി ഇവരെല്ലാവരും തന്നെ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ഞങ്ങളെപ്പോലുള്ള എല്ലാവരുടെയും ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങളെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത്, അതിനാണ് മാനേജ്മെൻറ്റ് ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ സെക്ഷനിൽ കാണുന്നവരെയും ഇരുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഏതൊക്കെ രീതിയിൽ 2026 നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകണം. ഇപ്പം ഞങ്ങളുടെ ലൈബ്രറി ഫെസിലിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി കാണാം, റെഫറൻസ് ഫെസിലിറ്റി കാണാം, ഇ ലേണിംഗ് ആപ്പിനകത്തുള്ള ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റിയും ഇ ലേണിംഗ് ആപ്പ് നമുക്കിതിനെക്കുറിച്ച് അറിയാം. അതല്ലാതെ ഡയറക്റ്റ് ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റിയെക്കുറിച്ച് അറിയാം, എക്സാമിനെ കുറിച്ച് അറിയാം. ഈ ഓരോ കാര്യങ്ങളിലും അപ്പോഴും എന്തെങ്കിലും സംശയം നിലനിൽക്കുന്നുണ്ട്. ഞാൻ ലൈബ്രറി ബുക്കുകൾ ഏതാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ റെഫറൻസ് എങ്ങനെ ഉപയോഗിക്കണം, എൻ്റെ ഡെയിലി ടൈം ടേബിൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഏത് കാര്യത്തിലും ഒരു കോച്ചിങ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 1000 പേര് ഓടുകയാണെങ്കിൽ നമ്മൾ 100% നമ്മൾ 100 ഓടിക്കൊള്ളുക. ആ ഓടുന്ന കൂട്ടത്തിൽ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തണം. അതല്ലാതെ ഇത് മാറി നിൽക്കുന്ന ഒരു ടെൻഡൻസി, അത് മാത്രമാണ് ഈ ഒരു കോച്ചിങ് സിസ്റ്റത്തിൽ എപ്പോഴും എവിടെയാണെങ്കിലും ഒരല്പം മടിച്ചു നിന്നാൽ, മാറി നിന്നാൽ നമ്മൾ ഒരു പക്ഷേ പിന്തള്ളപ്പെട്ടു പോയേക്കാം. അതിന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് അതും കൂടി ഒരു ചെറിയൊരു ഉദാഹരണം പറയാൻ തോന്നിയത്. പ്രൊഫസേഴ്സ് റൂമിൽ ഒരു കുഞ്ഞിനോട് ഫിസിക്സ് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മിസ്സേ, അപ്പോൾ ഞാൻ ആ കുട്ടി ഇങ്ങനെയാണ് പറഞ്ഞത്, സ്റ്റേറ്റിൽ മലയാളം മീഡിയം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു, ദീപ്നിയ മലയാളം മീഡിയം പഠിച്ചു വന്ന മോളാണ്, എന്നിട്ട് കേരളത്തിലെ 1ാം റാങ്കുകാരിയായില്ലേ. അപ്പോൾ എന്നോട് ഉടനെ ചോദിച്ചു, ദീപ്നി എങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, ദീപ്നി എങ്ങനെ പ്രൊഫസേഴ്സിൻ്റെ അടുത്തൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് തന്നെ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയുള്ള എല്ലാ പ്രൊഫസേഴ്സിനെയും എല്ലാ രീതിയിലും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മോള് അല്ല, എപ്പോഴും നമ്മൾ പ്രൊഫസേഴ്സിനോട് ചോദിക്കുമ്പോൾ അവരെല്ലാം തിരക്കില്ലല്ലേ, എങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, എത്ര തിരക്കിലാണെങ്കിലും ഇവിടെയുള്ള ഒരു പ്രൊഫസറും ഒരു കുട്ടിയോടും നോ പറയില്ല. അതാണ് ബ്രില്യൻ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ഇപ്പം നമുക്ക് ഓരോ കുട്ടിയുടെയും അടുത്ത് നിന്ന്, മോളെ നിനക്ക് സംശയമുണ്ടോ, ഇന്നതാണോ എന്ന് ചോദിക്കാൻ ഒരുപക്ഷെ ഇത്രയും സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റില്ല. പക്ഷേ ഞങ്ങൾ എപ്പോഴും അപ്രോച്ചബിൾ ആണ്. എപ്പോൾ വേണേലും നിങ്ങൾക്ക് ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം, അത് വന്ന് ചോദിക്കാം. ഒരു പ്രോബ്ലവും ഇല്ലാതെ തന്നെ ഞങ്ങളത് മറുപടി പറയുകയും ചെയ്യും. അപ്പോൾ പ്രൊഫസേഴ്സ് റൂമിൽ കയറാവോ, അല്ലെങ്കിൽ അവരോട് ചോദിക്കാവോ, ക്ലാസ് ടീച്ചേഴ്സിനോട് പറഞ്ഞാൽ ക്ലാസ് ടീച്ചേഴ്സ് എന്ത് വിചാരിക്കും, കോർഡിനേറ്ററിൻ്റെ അടുത്ത് പറയാവോ, ഡയറക്ടറിൻ്റെ അടുത്ത് എത്താമോ, ഇങ്ങനെ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ബ്രില്യൻ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ചെറിയ ചെറിയ ഡൗട്ട്സ് ഒക്കെ വരും. പക്ഷേ എപ്പോഴും പറയുന്നത് മാത്രമല്ല, ഞങ്ങളെപ്പോഴും ഒരു സിസ്റ്റം കൂടെയുണ്ടെന്ന് പറയുമ്പോൾ അത് ശരിക്കും പ്രാവർത്തികമാക്കിക്കൊണ്ട് തന്നെയാണ് കൂടെയുണ്ടെന്ന് പറയുന്നത്. അതിനാണ് ഈ ചെറിയ ചെറിയ എക്സാമ്പിളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് അപ്രോച്ചബിൾ അല്ലാത്ത ഒരു സ്റ്റാഫ് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവരെ അപ്രോച്ച് ചെയ്യണം. തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ എപ്പിസോഡിൽ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. കാരണം എല്ലാത്തിനെക്കുറിച്ചും, പരീക്ഷകളെക്കുറിച്ചും പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നുള്ളൂ. രക്ഷകർത്താക്കളോടാണെങ്കിലും നമുക്ക് മാർക്കിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പക്ഷേ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്നവരായിരിക്കാം. ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികളും ഞങ്ങൾ മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ അവരുടെ ആദ്യത്തെ ഒരു മാറി നിൽപ്പ്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ഹോം എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആയിരുന്നു എന്ന് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിന്നതിൻ്റെ ഇവിടെയായിട്ട് നിന്ന് ഇടങ്ങിച്ചേരുന്നതിൻ്റെ ഒക്കെ ഒരു കാലതാമസമൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളോടൊരു പക്ഷേ അവർ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ക്ലാസ് ടീച്ചറുമായിട്ടോ ഹോസ്റ്റൽ വാർഡനോ ഒക്കെ ആയിട്ട് സംസാരിച്ച് ഏറ്റവും കംഫർട്ട് സോണിലേക്ക് അവരെ എത്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനി നമുക്ക് ഡിസംബർ മാസം വരെ എന്ന് പറയുന്നത് ക്ലാസ്സിൽ വളരെയധികം ശ്രദ്ധിക്കാനും പഠിക്കാനുമുള്ള സമയമാണ് അല്ലേ? പഠിക്കാൻ നമ്മൾ എപ്പോഴും കുട്ടികളോട് ചോദിക്കുമ്പോൾ 10 മണിക്കൂർ അല്ലെങ്കിൽ 14 മണിക്കൂർ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, അതിൽ 7 മണിക്കൂറും നിങ്ങൾ ക്യാമ്പസിൽ ഇരിക്കുകയാണ്. ഈ ക്യാമ്പസിലിരുന്ന് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ 7 മണിക്കൂർ ഞാൻ ക്യാമ്പസിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ 2.5 മണിക്കൂറുള്ള ഒരു സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതിൽ എത്ര മണിക്കൂർ ഞാൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2.5 മണിക്കൂർ നമ്മൾ ആ 2.5 മണിക്കൂർ അധ്യാപകൻ പറയുമ്പോൾ 2.5 മണിക്കൂറും എന്തായാലും നമുക്ക് കേട്ട് നമ്മളത് ക്യാച്ച് ചെയ്ത് പോവില്ല, ദാറ്റ്സ് ഷുവർ, അതാരും അങ്ങ് ചെയ്യില്ല. പക്ഷേ എങ്കിൽ പോലും ഈ 2.5 മണിക്കൂർ ഞാൻ വിനിയോഗിച്ചപ്പോൾ അല്ലെങ്കിൽ 2.5 മണിക്കൂർ ഞാൻ എൻ്റെ പഠന സമയത്തിൽ ആഡ് പെട്ടപ്പോൾ അതിൽ എത്ര സമയം ഞാൻ ഇഫക്റ്റീവായിട്ട് ഉപയോഗിച്ചു, അതാണ് നിങ്ങളോട് ചോദിക്കേണ്ട ഏറ്റവും വലിയൊരു 60%-70% എങ്കിലും എനിക്ക് എൻ്റെതായ വർക്ക് ചെയ്യാൻ സാധിച്ചോ, എനിക്കൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കാൻ സാധിച്ചോ
എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചിന്തിക്കേണ്ട സമയമാണ്. ഇല്ലെങ്കിൽ ഇനി അതിന് സമയമില്ല. കാരണം നമുക്ക് അവനവൻ വർക്ക് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്ന അതിനേക്കാൾ 1000 ഇരട്ടിയുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ 2-3 മാസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു 70% വരെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അത് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന കാര്യമാകാം, പരീക്ഷയ്ക്ക് പഠിക്കുന്ന കാര്യങ്ങളാവാം, അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ പോയിരുന്ന് പഠിക്കുന്ന കാര്യങ്ങളിലാവാം. ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് എത്രത്തോളം ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നു. കാരണം ഈ ഒരു ഓളപ്പരപ്പിൽ നമ്മളിങ്ങനെ ഓടി ഓടി പോയിട്ട് കാര്യമില്ല. നമ്മളതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ആത്മാർത്ഥമായിട്ട് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. 10 തൊട്ട് 100 വരെ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളുടെ ഇടയിൽ മത്സരിച്ചാണ് നിങ്ങൾ 99 വാങ്ങിയത്. പക്ഷേ ഇവിടെ 99 വാങ്ങിക്കുന്ന കുട്ടികളുടെ കൂടെ ഒപ്പമാണ് നിങ്ങൾ മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ വേഗത്തിലുണ്ടാകുന്ന ചെറിയൊരു കുറവ്, നിങ്ങളുടെ ഒരു യൂട്ടിലൈസേഷൻ്റെ അത് ടൈം ആയാലും റിസോഴ്സുകളായാലും ആ യൂട്ടിലൈസേഷൻ്റെ ചെറിയൊരു അഭാവം, നിങ്ങൾ ഇന്ന എഫേർട്ടിൻ്റെ അല്ലെങ്കിൽ ഹാർഡ് വർക്കിൻ്റെ ഇഫക്റ്റീവ്നെസ്സിൻ്റെ ചെറിയൊരു കുറവ്, ഇതൊക്കെ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ നിങ്ങളെ ചെറുതായിട്ടെങ്കിലും പിറകിലോട്ട് വലിച്ചിട്ടുണ്ടാവുക. അത് തിരിച്ചറിയാനുള്ള കംപ്ലീറ്റ് നമ്മൾ ക്ലാസ്സിലേക്ക് ഇൻവോൾവ് ആകാനുള്ള ഒരു സമയമാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കോട്ടെ, മാർക്കുകൾ വേരി ചെയ്തോട്ടെ, നിങ്ങൾ സമയം എടുത്തോട്ടെ. പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം, ഞാനിവിടെ സമയം എടുത്താലേ എനിക്ക് പഠിക്കാൻ പറ്റൂ. ഇതൊരു പഠിക്കുന്ന സമയമാണ്. ഇവിടെ പഠിക്കുന്ന സമയത്ത് എനിക്ക് 1 മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. പഠിക്കുകയാണ്. പഠിക്കുമ്പോൾ അത് പറ്റില്ല. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയാണ്. ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് നമുക്ക് പിന്നീട് സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോഴേ അതുകൊണ്ടിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ വറി ചെയ്യേണ്ട. നിങ്ങൾ ഇടേണ്ട ഇഫേർട്ട്, ഒരാളിൽ നിന്നും ഞാൻ ഒരല്പം പോലും പിറകിലേക്ക് പോകില്ല എന്ന തീരുമാനത്തോടെ നിങ്ങൾ നിങ്ങളുടെ ഇഫേർട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക. അതിന് കിട്ടുന്ന റിസൾട്ട് നമുക്ക് പിന്നീടാണ്. അത് എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ തൽക്കാലം 2026 എന്താവും, എനിക്ക് എയിംസ് കിട്ടുമോ അല്ലെങ്കിൽ കോഴിക്കോട് കിട്ടുമോ, അതിനെ കുറിച്ചൊന്നും നമ്മൾ ദയവായിട്ട് ഇപ്പോഴൊന്നും ചിന്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചില്ല. അങ്ങനെയൊന്നും അല്ല നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അവനവൻ എത്രത്തോളം ഇൻവോൾവ് ചെയ്യാനുണ്ടെന്ന് മാത്രം ആലോചിക്കുക. പിന്നെ ഓണക്കാലമാണ്, നമ്മൾ അധികം ഈ എപ്പിസോഡ് ഒത്തിരി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല. കാരണം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, ക്ലാസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പരീക്ഷ എഴുതേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ നമുക്ക് നടത്താം. ഇപ്പോൾ ഒന്ന് മാത്രം, നമുക്ക് ഓണമാണ് വരുന്നത്. നിങ്ങൾ രക്ഷകർത്താക്കളോടൊപ്പം എല്ലാ കുട്ടികളും, ഞാൻ മുമ്പ് പറഞ്ഞ ഓൺലൈൻ ആണെങ്കിലും റെസിഡൻഷ്യൽ ബാച്ച് ആണെങ്കിലും ലോങ് ടൈം ആണെങ്കിലും ഈവൻ നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് ആണെങ്കിലും എല്ലാ രക്ഷിതാക്കളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ആ സമയം വിനിയോഗിക്കുക. അല്ലേ? തീർച്ചയായിട്ടും. അതിനുശേഷം പെൻഡിങ് ഒക്കെ തീർക്കാനുള്ള സമയം, നമ്മൾ കുറച്ചൊക്കെ പിറകിലോട്ട് പോയെങ്കിൽ അതൊന്ന് അനലൈസ് ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ട്രാക്ക് അല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ള സമയമല്ല, മറിച്ച് കുറച്ചുകൂടെയൊക്കെ ഒന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റീഫിൽ ചെയ്യാനുള്ള സമയം. പിന്നെ നിങ്ങൾ ഈ ഒരു ആഘോഷം തന്നെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം, ഇനി അടുത്ത കുറേ നാളുകൾ നമുക്ക് തൽക്കാലം ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആഘോഷങ്ങളൊക്കെ ഒന്ന് ചുരുക്കേണ്ട ആവശ്യമുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും അതൊരു സാക്രിഫൈസ് പോലെ തന്നെ. കാരണം ആ സാക്രിഫൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയൊരു നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സാക്രിഫൈസ് ആണ്. അത് വേണം. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പ്, ആ തയ്യാറെടുപ്പുകളും ഒക്കെ ഇപ്പോൾ വീട്ടിലിരുന്ന ആദ്യത്തെ വെക്കേഷനാണ്. സ്കൂളിൽ ഇവിടെയൊക്കെ വന്നതിന് ശേഷം നിങ്ങൾ വീട്ടിൽ പോയിരുന്നിട്ട് ആദ്യമായിട്ട് പാരൻസുമായിട്ടൊക്കെ ഒരു ഓപ്പൺ ടോക്ക് നടത്തുന്ന സമയമാണ്. ബ്രില്യൻ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ സിസ്റ്റം എങ്ങനെയാണ്, എനിക്ക് അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ഞാൻ നേടിയത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെന്നൊക്കെ ഒരു പക്ഷേ പാരൻസുമായിട്ട് ഏറ്റവും തുറന്ന ഒരു ചർച്ച നടക്കുന്ന സമയമാണ്. അപ്പോൾ രക്ഷിതാക്കളും ആ ചർച്ചയിൽ നിന്ന് മക്കൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവരോട് ദേഷ്യപ്പെടാതെ കൃത്യമായിട്ട് അവരെന്താണ് പറയുന്നതെന്ന് ക്ലാസ് ടീച്ചേഴ്സിനെയോ മെന്റേഴ്സിനെയോ ഓണം മോഡൽ വരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എല്ലാ കുട്ടികളും എഴുതുന്ന ഒരു മോഡലിലോട്ട് ഒരു പക്ഷേ എഴുതാൻ വരുന്നത്. അപ്പോൾ അതിനൊരു എന്താ പറയുന്ന ഒരു റാങ്കിന്റെ ഒരു ഇതിലോട്ടൊന്നും നോക്കേണ്ട സമയമായിട്ടില്ല. പക്ഷെ അവനവൻ എത്രത്തോളം നന്നായിട്ട് എഴുതാൻ പറ്റുമോ അതിനെ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുകയും ചെയ്യണം. സീരിയസ്നെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഠിത്തത്തിൽ നമ്മൾ സീരിയസ് ആണോ, ഞാൻ ഇടുന്ന ഇൻപുട്ട് അത് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് മാത്രം, മറ്റൊരാൾ ഇടുന്ന ഇൻപുട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല. എനിക്കിപ്പോൾ ഒരു ദിവസം എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന, എനിക്ക് 10 കിലോമീറ്റർ ദൂരം നടക്കാൻ പറ്റും കഴിവുള്ള ഒരാളാണെങ്കിൽ ഞാൻ 9 കിലോമീറ്ററേ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെറ്റാണ്. നേരെ മറിച്ച് എൻ്റെ മാക്സിമം 10 അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ മറ്റൊരാൾ 11 ഓടി, അത് നമുക്ക് ജെനുവിനാണ്. കാരണം എൻ്റെ വർക്കിംഗ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി 10 കിലോമീറ്ററേ ഉള്ളൂ, അത് മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ടോ, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അവിടെ 2-3 കിലോമീറ്റർ കുറയ്ക്കരുത്. പക്ഷെ വേറൊരാൾ 11 ചെയ്തോട്ടെ, അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ മറ്റൊരാൾ 12 ചെയ്തോട്ടെ, അത് സാരമില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അത് നിങ്ങൾ ഇടുന്നുണ്ടോ, അത് മാത്രം ഇപ്പോൾ ഓർത്താൽ മതി. അതുപോലെ 2026 വളരെ ടഫ് ആയിരിക്കുമോ, അഡ്വാൻസ്ഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നാം നോക്കണോ, മാർക്കിന് വളരെ കൂടുമോ, അതോ അങ്ങനെയുള്ളതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ ഡിഫിക്കൽട്ടി ലെവലുള്ളവർ പോകുന്നുണ്ട്, മോഡറേറ്റ് ലെവലിൽ പോകുന്നുണ്ട്, ഈസി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളും ധാരാളം മോഡൽ എക്സാമുകളിലൂടെയൊക്കെയാണ് പോകുന്നത്. കാരണം ജനുവരി മുതലൊക്കെ ആണെങ്കിൽ ധാരാളം മോഡൽ എക്സാമുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പം
നീറ്റ് 2026 ഒരു ലെവലിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട സമയമല്ല. പക്ഷേ കൺസെപ്റ്റ് നമുക്കറിയാം, 2025 3 സബ്ജക്റ്റ് 180 ചോദ്യവും മോഡറേറ്റ് ലെവൽ അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന ലെവലായിരുന്നു. അപ്പം കൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെ നന്നായിട്ട് ആൻസർ ചെയ്യാനും അതെന്താണെന്ന് മനസ്സിലാക്കുവാനും, ഇപ്പം വളരെ ലെങ്തി ഉള്ളൊരു ചോദ്യമായിരിക്കും ചിലപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളത്. അപ്പം എന്താണത് എന്നുള്ളത് ഉൾക്കൊള്ളാൻ പാകത്തിന് നമ്മൾ മോൾഡ് ചെയ്യപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഓണത്തിന് നമുക്ക് ഇത്രയൊക്കെ നമ്മൾ ഇതൊരു ടാർഗറ്റ് 2026 മാത്രമായുള്ളൂ. എല്ലാ ആഴ്ചകളിലും ഈ ഒരു പ്രോഗ്രാമിലൂടെ പിന്നെ എക്സാമുകളുടെ സാധ്യതകൾ, കാരണം 2026 നിങ്ങൾക്കറിയാം ധാരാളം എക്സാമുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഓരോ കുട്ടികളുടെയും പാഷനും ആറ്റിറ്റ്യൂഡിനും ഹാർഡ് വർക്കിനും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനൊക്കെ ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള ധാരാളം കോഴ്സുകളും പരീക്ഷകളും ഒക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന നിരവധി പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. ബാക്കി അപ്ലൈ ചെയ്യേണ്ട അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് വേവലാതികളൊന്നും വേണ്ട. നിങ്ങൾ എപ്പോഴും വിചാരിക്കുക ഒരു സിസ്റ്റം നിങ്ങൾ വയ്ക്കുന്ന ഓരോ ചുവടിലും നിങ്ങളൊന്നും മാറിപ്പോയാൽ നിങ്ങളെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുണ്ട്. പക്ഷേ ആ കറക്റ്റായിട്ട് കാണിച്ചു തരുന്ന വേയിലൂടെ നടക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളിപ്പോൾ തൽക്കാലം ചെയ്യേണ്ടത്. ഈ വേ ശരിയാണോ, ഈ വേ തെറ്റാണോ, ഞാൻ മാറുന്നോ, ഇതൊന്നും തന്നെ നിങ്ങളുടെ കൺസേൺസ് അല്ല. ഞങ്ങൾ എങ്ങനെയാണോ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നടന്നാൽ മാത്രം മതി. ഇത് ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം 2 ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല, കഴിഞ്ഞ 40 വർഷത്തെ റിസൾട്ടുകൾ കൊണ്ട് മാത്രം നേടിയെടുത്ത കുറച്ച് അറിവുകൾ. അത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് വന്ന എന്തൊക്കെ മാറ്റങ്ങളാണോ വരുന്നത് അതിനനുസരിച്ച് തന്നെ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വായിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ തുടങ്ങി അല്ലെങ്കിൽ ഒരു സ്റ്റഡി മെറ്റീരിയൽ തുടങ്ങി നിങ്ങൾ ഏറ്റവും അവസാനം പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഏറ്റവും അവസാനം കാണുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പർ വരെ നിങ്ങളുടെ ഓരോ ചുവടിലും ഞങ്ങൾ ബ്രില്യൻറ്റ് കുടുംബാംഗങ്ങൾ ഉണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ശുഭകരമായ തുടക്കത്തിനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ബ്രില്യൻറ്റ് കുടുംബാംഗങ്ങളുടെ പ്രതിനിധീകരിച്ച ടാർഗറ്റ് 2026 ഞങ്ങൾ ഔപചാരികമായി തന്നെ ഞങ്ങളുടെ 1ാമത്തെ എപ്പിസോഡ് ഏറ്റവും സന്തോഷകരമായി തുടങ്ങി ഇപ്പോൾ പര്യവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഇനി നിങ്ങളുടെ റിസൾട്ട് കിട്ടി നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തും വരെ നിങ്ങളുടെ ഓരോ ചുവടിലും ഞങ്ങൾ ബ്രില്യൻറ്റ് കുടുംബാംഗങ്ങൾ ഉണ്ടായിരിക്കും. Brilliant Study Center, India's #1 coaching center for NEET and JEE.